പ്രൈസ് ലോർഡ്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ആദ്യത്തെ 2-3 വർഷങ്ങൾ ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയിരിക്കാനുള്ള പോസ്റ്റിംഗാണ് കിട്ടിയത്. ആ പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ എല്ലാ അച്ഛന്മാരും പറഞ്ഞു, എടാ നീ കോളടിച്ചല്ലോ. എല്ലാവരും ആഗ്രഹിക്കുന്നൊരു പോസ്റ്റിംഗാണ്. ഒരു മന്ത്രിയുടെ PA പോലെ ബിഷപ്പിൻ്റെ കൂടെ ഇങ്ങനെ കാറിൽ കയറി പ്രധാനപ്പെട്ട ബെഞ്ചരിപ്പിനും മഹാകർമ്മങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഒക്കെ വേദിയിൽ പോയിരുന്ന് ബിഷപ്പിൻ്റെ കൂടെ ഇരിക്കുക, അതിനുശേഷം നല്ല ശാപ്പാട് അടിച്ച് ഇങ്ങനെ ചീർത്തു വീർക്കുക, അതെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമായിരുന്നു. എന്നാൽ എൻ്റെ മനസ്സ് വളരെ ശൂന്യമായിരുന്നു. ദൈവത്തിൻ്റെ വചനവുമായിട്ടോ അല്ലെങ്കിൽ ശുശ്രൂഷകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വെറും ഒരു ഓഫീസ് വർക്കുമായിട്ട് പോയ സമയത്ത് ഞാൻ പലപ്പോഴും എൻ്റെ ബിഷപ്പിനോട് ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു പള്ളിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആ ബിഷപ്പ് സുഖമില്ലാതെ, മൈക്കിൾ ആറാട്ടുകുളം എന്ന് പറഞ്ഞ ബിഷപ്പ് സുഖമില്ലാതെ കൊട്ടിയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു എന്ന്. അടുത്ത ബിഷപ്പ് പീറ്റർ ചെനപ്പറമ്പിൽ എന്ന് പറയുന്ന ബിഷപ്പ് വന്നപ്പോൾ ബിഷപ്പിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് വേറൊരു പള്ളിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ കൊള്ളാം. എന്നാൽ ബിഷപ്പ് പറഞ്ഞു, ഞാനും പുതിയ ആൾ, ഇനി ഒരു പുതിയ സെക്രട്ടറിയെ വെച്ചുകൊണ്ട് ഓടിക്കാൻ വലിയ പ്രയാസമാണ്, അതുകൊണ്ട് റാഫി തന്നെ എൻ്റെ സെക്രട്ടറി ആയിരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും 1.5 വർഷം കൂടി മുന്നോട്ട് പോയി. ആ സമയത്താണ് ആലപ്പുഴയിലെ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുന്നത്. ആലപ്പുഴയിൽ ഏത്തോട്ടിൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ആ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനം നടന്നപ്പോൾ അതിനുവേണ്ടതായ എല്ലാ ഒത്താശകളും പ്രോത്സാഹനങ്ങളും നൽകി ഞാൻ അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിപ്പാനുണ്ടായ കാരണം, ഞാൻ ആലുവ മംഗലപ്പുഴ സെമിനാറിലാണ് പഠിച്ചത്. അവിടുത്തെ ഞങ്ങളുടെ ഫൈനൽ ഇയറിൽ ഡീക്കനായിരിക്കുന്ന സമയത്ത് ബോംബെയിൽ നിന്നും ഫാദർ റൂഫസ് ഫിയോ എന്ന് പറയുന്ന അച്ഛന്മാരുടെ ഒരു ടീം വന്ന് ഞങ്ങൾക്കൊരു കരിസ്മാറ്റിക് ധ്യാനം അവിടെ നടത്തി തരികയുണ്ടായി. അതിൽ സംബന്ധിച്ചപ്പോൾ എനിക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവവചനം ശുശ്രൂഷിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ ഇടയെ തീർന്നുകൊണ്ട് ഞാനും ആഗ്രഹിച്ചു, പുറത്തേക്ക് വന്നാൽ ഇതുപോലെ ഒരു കരിസ്മാറ്റിക് പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ആദ്യത്തെ 2-3 വർഷങ്ങൾ അതിനെനിക്ക് അവസരം കിട്ടിയില്ല. ഈ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്ന സമയത്ത് എനിക്ക് അതിൽ കൂടുതൽ സഹകരിപ്പാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ സഹകരിച്ചു കഴിഞ്ഞപ്പോൾ ബിഷപ്പ് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി വേറെ ആരും ഇതിൻ്റെ ചുമതല വഹിക്കാനായിട്ട് ആരെയും കാണുന്നില്ല, റാഫി തന്നെ അത് നേതൃത്വം നടത്തി കൊണ്ടുപോകണമെന്ന്. ഈ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നുള്ള മട്ടിൽ എനിക്ക് ആ ഒരു വലിയ പോസ്റ്റിംഗ് ഇഷ്ടമായി. ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അച്ഛനായി സെമിനാരിൽ പഠിച്ചു, പുറത്തേക്ക് വന്നുവെങ്കിലും വേദപുസ്തകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, വചനം വായിക്കാതെ, ബൈബിൾ ക്ലാസ്സിൽ കൊണ്ടുപോകാതെ ബൈബിൾ പഠിച്ച്, റോമിൽ നിന്ന് വന്ന ഡോക്ടറേറ്റ് എടുത്ത് പഠിച്ചു വന്ന അച്ഛന്മാർ പഠിപ്പിച്ച നോട്ട്സൊക്കെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി പുറത്തു വന്നവരാണ് അച്ഛന്മാർ. എന്നാൽ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ ഈ വേദപുസ്തകം കയ്യിലെടുക്കുവാനും അത് വായിപ്പാനും കർത്താവ് അവസരം നൽകി. അങ്ങനെ വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം ഞാൻ അറിയാതെ അകത്തു ചെന്നു. പ്രൈസ് ലോർഡ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് ഏതൊരു വ്യക്തിക്കും രൂപാന്തരം നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ലോർഡ്. ഇത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. മരങ്ങളെ തൊലുരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. മരുഭൂമിനെ നടുക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്. പ്രൈസ് ലോർഡ്. ഈ ശബ്ദം, ഈ വചനം അകത്തു ചെന്നപ്പോൾ പ്രൈസ് ലോർഡ് ഒരു രൂപാന്തരമുണ്ടായി. ആദ്യമായി എന്നെ സ്ട്രൈക്ക് ചെയ്ത വാക്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളാണ് എന്നെ ആദ്യമായി സ്പർശിച്ചത്. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഈ വചനഭാഗം വായിച്ചപ്പോൾ ആ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പദപ്രയോഗങ്ങളും എന്നെ വളരെ ചിന്തിപ്പിച്ചു. അതിൻ്റെ മുമ്പിൽ ഞാൻ അല്പമായി നിൽക്കുകയും ദൈവാത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെടുകയും ചെയ്തു. പ്രൈസ് ലോർഡ്. ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ. അപ്പോൾ ഏതോ ഒരു ബുദ്ധി, പ്രയോജനമില്ലാത്തൊരു ബുദ്ധിയാണ് വ്യർത്ഥബുദ്ധിയെന്നും അത് അന്ധമായ ബുദ്ധിയാണെന്നും അജ്ഞതയുണ്ടെന്നും അവർ ഹൃദയകാഠിന്യം ഉള്ളവരാണെന്നുമൊക്കെ കാണിച്ചപ്പോൾ ഓരോരോ പ്രവർത്തികളെ, അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ സെമിനാരിൽ പഠിച്ചപ്പോൾ വലിയ വിശുദ്ധന്മാരാണെന്ന് കരുതിയിരുന്ന മോൺസിഞ്ഞോർമാരുടെ കൂടെ കൂടുതൽ അടുത്തിടപഴകാൻ അവസരമുണ്ടായി. ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ബിഷപ്പിന് ഇടവക സന്ദർശനം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്.
ഇടവ സന്ദർശനത്തിൽ കൂടെ പോയി കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ബിഷപ്പ് ഉറങ്ങാൻ പോകും. പിന്നെ രാത്രി സമയം ഈ വികാരിയച്ഛന്മാരുടെ കൂടെ ഇരുന്ന് അങ്ങനെ ചറവറ പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് അവർ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി. വളരെ ത്രില്ലിങ് എക്സ്പീരിയൻസ് നൽകുന്ന ഒത്തിരി സംഭവങ്ങൾ അവരെന്നോട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ, ഈ വചനഭാഗം നിന്നപ്പോൾ ഇതൊക്കെ എനിക്ക് എൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ മനം തഴമ്പിച്ചു പോയവരാകിയാൽ, അവിടെ പൗലോസ് പറയാൻ മനം തഴമ്പിച്ചു പോയവരാകിയാൽ. എന്താണ് മനം തഴമ്പിക്കുന്നത്? ദൈവാത്മാവിനോട് പറഞ്ഞു, റിപ്പീറ്റഡ് ആക്ഷൻസ് ആണ് ബിഹേവിയറായിട്ട് വരുന്നത്. ഒരു പ്രവൃത്തി ചെയ്താൽ, ഒരു പാപം ചെയ്താൽ അത് പാപമല്ല, അത് ആരും അറിഞ്ഞിട്ടില്ല, ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് അതിനെ വെച്ച് താലോലിച്ച് പിന്നെയും ആവർത്തിക്കാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ചെയ്ത് അത് പാപമേ അല്ല, പാപം നഷ്ടപ്പെട്ട് തഴമ്പിച്ചു പോയിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കുന്നു എന്ന് കാണുവാനിടയെത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കൊച്ചച്ചന്മാരുടെ ഇടയിൽ ഒരു ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. ആ ഗ്യാതറിങ്ങിൻ്റെ സംഭവങ്ങളും എന്നെ ഒരു പിക്ചറിലൂടെ ദൈവാത്മാവിനെ കാണിച്ചു തന്നു. ഓർഡിനേഷൻ കിട്ടി 10 വർഷത്തിന് താഴെയുള്ള അച്ഛന്മാർ മാസത്തിലൊരിക്കലോ 2 പ്രാവശ്യമോ ഏതെങ്കിലും ഒരു അച്ഛൻ്റെ പള്ളിമേടയിൽ കൂടി വരിക പതിവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൂടി വരുമ്പോൾ ആ ഹോസ്റ്റായിരിക്കുന്ന അച്ഛൻ നല്ല വിലപിടിപ്പുള്ള നല്ല ഫോറിൻ ലിക്വേഴ്സൊക്കെ സംഘടിപ്പിച്ച് വയ്ക്കും. സ്പെഷ്യൽ കുക്കിനെ വിളിച്ച് നല്ല ഡിഷസൊക്കെ ഒരുക്കി വയ്ക്കും. ഇതൊക്കെ കുടിച്ചും തിന്നും സന്തോഷിച്ചും കുറേ ഒക്കെ സമയം ഇരുന്ന് അവസാനം കുറ്റങ്ങളും കുറവുകളൊക്കെ തമ്മിൽ പറയുകയും ഒക്കെ ചെയ്ത് അവസാനം സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോയി സിനിമയും കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി രാവിലെ ആ ഇടവപ്പള്ളിയിൽ ഈ അച്ഛന്മാരെല്ലാം കൂടി ചേർന്ന് നിന്നുകൊണ്ടൊരു സമൂഹ ദിവ്യബലിയൊക്കെ അർപ്പിച്ചിട്ടാണ് ഗ്യാതറിങ് അവസാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊക്കെ എൻ്റെ മുമ്പിൽ ഒരു വലിയ പിക്ചർ ആയിട്ട് കാണുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ ദൈവസന്നിധിയിൽ ചിന്തിപ്പാനിടയായിത്തീർന്നു. എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എനിക്കൊരു വലിയ രൂപാന്തരം വരുത്തി. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ഞാൻ ആ ഗ്യാതറിങ്ങിൽ പോകുവാനോ അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ പറയുവാനോ ചെയ്യണമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവാത്മാവ് ശക്തമായിട്ട് പറഞ്ഞു, നീ പോയി പറയണമെന്ന്. ഞാൻ പോയി പറഞ്ഞു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പ്രസംഗിക്കേണ്ടവർ ഇങ്ങനെ കുടിച്ച് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറയാനിടയെത്തുന്നു. അവിടെ നിന്നും ഹല്ലേലൂയ അവരെല്ലാം കൂക്കുവിളിച്ച്, ഇതാ ഒരു പുതിയ ആൾ വിശുദ്ധൻ വന്നിരിക്കുന്നു, ഇയാളെ നമുക്കൊരു രൂപക്കൂട്ടിലാക്കി വെച്ച് നമസ്കരിക്കാമെന്ന് പറഞ്ഞ് പരിഹസിച്ച് നിന്ദിച്ചു വിട്ടതല്ലാതെ കണ്ട് യാതൊരു മാറ്റവുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ കണ്ണുനീരോടെ പുറത്തേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ഒരിക്കലും അങ്ങനെയുള്ളൊരു ഗാദറിങ്ങിലേക്ക് പോകുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ ഓരോന്ന് മനസ്സിലാക്കിയപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷകളും ആചാരങ്ങളും കൂതാശ പരികർമ്മങ്ങളും എല്ലാം ദൈവവചനത്തിന് വിരുദ്ധമാണ്. 7 കൂതാശകൾ എടുത്തു നോക്കിയപ്പോൾ 7 കൂതാശകളും ഈ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രൈസ് 2 കാര്യം എന്നെ പൗരോഹിത്യം വിട്ടുപോരുവാനായിട്ട് എന്നെ സഹായിച്ചു. ഒന്നാമത്തെ കാര്യം, പ്രൈസ് ലോർഡ്, പുരോഹിതൻ ഹല്ലേലൂയ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാൻ സാധിക്കുകയില്ല. പ്രൈസ് ലോർഡ്. പുരോഹിതൻ ഒരു ബലി അർപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൻ്റെ പരമയാഗത്തിലൂടെ ഹല്ലേലൂയ പൗരോഹിത്യത്തിന് പൂർണ്ണത ലഭിച്ചു. പ്രൈസ് ലോർഡ്. ഇനിയൊരു യാഗം കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് കിട്ടി. അപ്പോൾ ആരെങ്കിലും പുരോഹിതനായിട്ട് ഇനിയും കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ക്രിസ്ത്യാനിയായിട്ടില്ല എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ പുരോഹിതൻ വീണ്ടും ക്രിസ്ത്യാനിയാകുമ്പോൾ അവൻ്റെ യാഗം പിന്നെ അവന് യാഗം അർപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉടനെ പൗരോഹിത്യം വിടണം. രണ്ടാമത്തെ കാര്യം, ആദ്യം ദേവദാസൻ പറഞ്ഞതുപോലെ നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. ഒരു മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡിൽ നിന്നും ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡിലേക്ക് ദൈവം എന്നെ ഉയർത്തുവാൻ ഇടയായിത്തീർന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഇനി ഒരു ശുശ്രൂഷ പൗരോഹിത്യം ആവശ്യമില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു രാജകീയ പുരോഹിത വർഗമാണ്. നാം എല്ലാവരും രാജകീയ പുരോഹിതന്മാർ വർഗമാക്കി കർത്താവ് നമ്മളെ ഉയർത്തിയിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഈ തരത്തിൽ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ മറ്റ് പുണ്യാളന്മാരോടുള്ള മധ്യസ്ഥതയും പ്രാർത്ഥനയും എല്ലാം വ്യക്തമാണെന്ന് മനസ്സിലാക്കുവാനും അതെല്ലാം ദൈവവചനത്തിന് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുവാനും മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പ്രൈസ് ലോർഡ്. മനക്കിലച്ചൻ എഴുതിയ ആകാശത്തിന് കീഴിൽ വേറൊരു നാമമില്ലല്ലോ എന്നുള്ള പാട്ടൊക്കെ അന്ന് ഒത്തിരി പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുവാനിടയായിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. എന്നാൽ പ്രൈസ് ലോർഡ് തിരിച്ചറിവ് കിട്ടിയപ്പോഴാണ് പ്രൈസ് ലോർഡ് അതിൽ നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് അർത്ഥപൂർണ്ണമായിട്ട് പാടുവാൻ ഇടയായിത്തീർന്നിരിക്കുക. പ്രൈസ് ലോർഡ്. അനേകരെ കർത്താവിലേക്ക് നയിക്കുവാനും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ കർത്താവിൻ്റെ വചനപ്രകാരം വിശ്വാസ സ്നാനമേറ്റ് കർത്താവിനോട് ചേരുവാനും ഒക്കെ കർത്താവ് ഭാഗ്യം നൽകിയ. പ്രൈസ് ലോർഡ്. അതിനുശേഷം ഞങ്ങൾ ബാംഗ്ലൂരിലും കണ്ണൂരിലുമൊക്കെ ചില വർഷങ്ങൾ പ്രവർത്തിച്ചു. ഇപ്പോൾ ഞങ്ങൾ വടുതലയിൽ എറണാകുളത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഇപ്പോഴും അച്ഛന്മാർക്ക് സുവിശേഷം അറിയിച്ചുകൊണ്ട് ഞാനൊരു ലെറ്റർ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്.
ഇന്ന് ലെറ്റേഴ്സ് എഴുതുന്ന രീതിയില്ല എങ്കിലും നമുക്ക് സുവിശേഷം അറിയിക്കുവാൻ ഫോണിലൂടെ അറിയിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല ഉപാധി ലെറ്ററിലൂടെ എഴുതുകയാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പകൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ രാത്രി ചില സമയങ്ങൾ വേർതിരിച്ചിരുന്ന അച്ഛന്മാരുടെയൊക്കെ അഡ്രസ്സ് സംഘടിപ്പിച്ചിട്ട് ഈ അച്ഛന്മാർക്കെല്ലാം സുവിശേഷം എഴുതി അറിയിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ വടുതല പോസ്റ്റ് ഓഫീസിൽ അയാൾ പറയുകയാണ് ഇത്രയും ലെറ്റേഴ്സ് കൊണ്ടുവരുന്ന വേറെ ആരും ഇവിടെ ഇല്ല എന്ന്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒത്തിരി ലെറ്റേഴ്സ് എല്ലാ ദിവസവും തന്നെ ഞാൻ എഴുതി കൊണ്ടുവന്ന് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുക്കും. പ്രൈസിൽ പോസ്റ്റ് ചെയ്യാറില്ല, നേരിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ ആരാണ് ഈ സമയത്ത് എഴുത്തെഴുതുന്നതെന്നൊക്കെ അയാൾ ചോദിക്കുകയുണ്ടായി. എന്നാൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. എഴുത്തിന് ചിലർ റെസ്പോണ്ട് ചെയ്യും, ചിലർ ഫോണിലൂടെ സംസാരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ ദൈവദാസൻ പറഞ്ഞ പോലെ തന്നെ പലരും ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ സത്യം അറിഞ്ഞാൽ നിനക്കെന്ത് കിട്ടി? അവരെല്ലാം ഭൗതികമായ കാര്യങ്ങൾ നോക്കുന്നു, പുറത്തേക്ക് വന്നാൽ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് എവിടെയാണ് നിലനിൽപ്പുള്ളത് എന്നൊക്കെ ചോദിക്കുന്നു. ചിലർ മറുതലിച്ച് പറയും, നിനക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നതാണ്, ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് സുഖമെന്ന് പറഞ്ഞ് അവർ തിരിച്ചെഴുതാറുണ്ട്. പ്രൈസ് ലോർഡ്. ഏതായാലും ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ലോർഡ്. ഇതുപോലെ ദൈവദാസന്മാർ പൗരോഹിത്യ പദവിയിൽ നിന്നൊക്കെ വന്ന് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛന്മാരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതുപോലെയുള്ള സംരംഭത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രൈസ് ലോർഡ് ഈ നാളുകളിൽ ഒരു വലിയ ഒരു വ്യത്യാസം, വലിയൊരു പരിവർത്തനം പ്രൈസ് ലോർഡ് ആത്മീയഗോളത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. അനേക സത്യം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമുദായത്തിലുള്ള അനേക കത്തോലിക്കരും ഹല്ലേലൂയ, അതുപോലെ സമുദായ സഭയിലുള്ള മറ്റ് എല്ലാവരും ഈ സത്യം അറിഞ്ഞുകൊണ്ട് പ്രൈസ് ലോർഡ് അതിനുവേണ്ടി ഹല്ലേലൂയ ഒരുമ്പെട്ട് പുറത്തേക്ക് വരുവാൻ വേണ്ടി കുതിച്ച് ചാടുവാനായി വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ഹല്ലേലൂയ വളരെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രൈസ് ലോർഡ് അതിൻ്റെ ഫലം കാണുവാൻ ഇടയായിത്തീരും. പ്രൈസ് ലോർഡ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അല്ലെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവരെ കർത്തനാമത്തിൽ അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ടതായ എല്ലാ നന്മകളും